HDS 30 ലക്ഷത്തിന്റെ ഉപകരണമുണ്ട്. ഇതിന് ഇത് കൂടാതെ കഴിഞ്ഞ 4 വർഷമായിട്ട് ഏകദേശം കോടികൾ വില മതിക്കുന്ന 45ഓളം ഉപകരണങ്ങൾ യൂറോളജി ഡിപ്പാർട്ട്മെന്റ് മാത്രമായിട്ട് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇരിക്കെ ഇങ്ങനെ ഒരു വാർത്ത വരുന്നത് തികച്ചും ഒരു തെറ്റെന്ന് തന്നെ പറയാം. കാര്യം ഇന്നലെ രാവിലെ ശസ്ത്രക്രിയ ചെയ്ത് തുടങ്ങിയതാണ് ഈ ഉപകരണം വെച്ചിട്ട്. അപ്പൊ അതൊരു പ്രോബാണ്. ഈ പ്രോബ് അത് പേഷ്യന്റ് അകത്തോട്ട് പോകുന്ന ഒരു പ്രോബാണ്. അപ്പൊ അതിലൊരു ഡാമേജ് വന്നുകൊണ്ട് ഒരു കേസ് മാറ്റിവെച്ചു. ഇന്നലെ 4 കേസ് ഉണ്ടായിരുന്നു. 4 കേസിൽ 3 കേസ് ചെയ്യുകയും ഇതേ ഉപകരണം വെച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. 4ാമത്തെ കേസ് വന്നപ്പോഴാണ് ഇതിൽ ഡാമേജ് വരുന്നതും ആ ഡാമേജ് വന്നുകൊണ്ടാണ് ഈ കേസ് മാറിപ്പോയത്. അപ്പോൾ ഈ ഉപകരണങ്ങളല്ല, ഇതിന്റെ ഒരു പ്രോബാണ് ഇതിൽ ഡാമേജ് വന്നിട്ടുള്ളത്. അതെ അതെ 3 നടന്നിട്ടുണ്ട്. ഈ ഉപകരണം വെച്ച് തന്നെ നടന്നിട്ടുണ്ട്. ഇതിന്റെ പേര് ലിത്തോ ക്ലാസ്റ്റ് ആണ്. ഇതൊരു റിജിഡ് സ്കോപ്പ് വഴി കല്ല് പൊട്ടിക്കുന്ന ഒരു യന്ത്രമാണ്. അതിന്റെ ഒരു പ്രോബാണ് ഇതിൽ ഡാമേജ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ പ്രോബ് നമ്മൾ ഇങ്ങനെ അതിന്റെ ആവശ്യം അനുസരിച്ച് HDS വഴി മേടിച്ചു കൊടുക്കുന്ന ഒരു സാധനമാണ്. അതിന് ഏകദേശം 41,300 രൂപയാണ് അതിന്റെ വില. അപ്പൊ ഇപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു വില വ്യത്യാസം വന്നു. 41 44 ആയി. അപ്പൊ അങ്ങനെ ഒരു 3000 രൂപയുടെ വ്യത്യാസം വന്നു. ആ വില വ്യത്യാസം എന്താണെന്നുള്ളത് ഇവർ DMEലോ ഗവൺമെന്റിലോ ഇത് അറിഞ്ഞിട്ടില്ല. HDS വഴിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോ അങ്ങനെ അത് പർച്ചേസ് ചെയ്യാനുള്ള പ്രോസസ്സിലായിരുന്നു. അത് പർച്ചേസ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് വരാനൊരു 4-5 ദിവസത്തിന്റെ കാലതാമസമുണ്ട്. അത് ഹൈദരാബാദിൽ നിന്ന് വരേണ്ട ഉപകരണ. അല്ല, വൈകാരികമായുള്ളൊരിതാണ്. അല്ലാതെ ഇതെല്ലാം HODമാരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. എല്ലാ HODമാരും അവരുടെ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയുള്ള ഉപകരണങ്ങൾ വാങ്ങിക്കുകയും അതിന്റെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യും. അതനുസരിച്ച് അതിന്റെ സമയമനുസരിച്ച് അതിന് വേണ്ടിയുള്ള എഫേർട്സ് എടുക്കേണ്ടതും ഓരോ HODമാരും ചെയ്യുന്ന കാര്യമാണ്. വേറൊരു HOD ഇത്തരത്തില് മീഡിയയിലോ ഫേസ്ബുക്കിലോ പോസ്റ്റ് ചെയ്തിട്ടില്ല. തകരാറില്ലല്ലോ, ഉപകരണത്തിന് തകരാറില്ല. ഇത് പ്രോബാണ്. ഈ പ്രോബിലാണ് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് യൂസ് ആൻഡ് ത്രോ സാധനമാണ്. അപ്പൊ അങ്ങനെ ഇത് മാറി മാറി ഉപയോഗിക്കുന്നതാണ്, മാറി മാറി പർച്ചേസ് ചെയ്യുന്ന സാധനമാണ്. അപ്പൊ അത് റെഗുലറായിട്ട് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ അതിന്റെ ഒരു കാലപ്പഴക്കം വന്നുകൊണ്ട് അതിന് ഡാമേജ് വന്നേ ഉള്ളൂ. അതെ 3 കഴിഞ്ഞിട്ട് 4ാമത്തെ കേസ് തുടങ്ങുമ്പോഴാണ് ഇങ്ങനെ ഇതിനൊരു പ്രശ്നം കണ്ടതും അതുകൊണ്ട് അത് മാറ്റിവെച്ചത്. അതെ ആ ഒരു ഒറ്റ കേസിലാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഇല്ല, മാറ്റിവെച്ചുകൊണ്ട് ഒരു പ്രശ്നവും, അങ്ങനെ ഒരു ക്രിട്ടിക്കൽ സർജറി അല്ല അത് അടുത്തൊരു ഒരാഴ്ച മാറ്റിവെച്ച് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അത് നമുക്ക് അന്വേഷിക്കണം. അത് അന്വേഷിക്കുന്നുണ്ട്. DME തലത്തിലും പ്രിൻസിപ്പൽ തലത്തിലും അതിന്റെ അന്വേഷണം ഉടനെ ഉണ്ടാവും. ലിത്തോക്ലാസ്റ്റ് പ്രോബ് എന്നാണ് ഇതിന്റെ പേര്. ലിത്തോക്ലാസ്റ്റ് പ്രോബ്, അതാണ് ഇതിന്റെ പേര്. അപ്പൊ അത് ഈ ഒരു റിജിഡ് സ്കോപ്പിലൂടെ മൂത്രനാളിൽ കൂടെ ഇട്ടിട്ട് ഇത് ചെയ്യുന്ന ഒരു ഇതാണ്. മൂത്രക്കല്ലിനാണ് ഇത് ചെയ്യുന്നത്. ചെയ്തിട്ടില്ല. തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിൽ ഡാമേജ് കണ്ടുകൊണ്ടാണ് അവര് ചെയ്യാതെ പോയത്. ഡോക്ടർ പറയുന്നത് ഈ രോഗികൾ പലരും കയ്യിൽ നിന്ന് പണം മുടക്കി ഉപകരണങ്ങൾ വാങ്ങി നൽകുന്നത് കൊണ്ടാണ് പല ശസ്ത്രക്രിയകളും നടക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ സംഭവമായിട്ട് കാണാൻ പറ്റുമോ? അത് അന്വേഷിക്കാം. അതെന്താണ് അങ്ങനെ വന്നതെന്ന് അന്വേഷിക്കാം. അന്വേഷിച്ചിട്ട് അതിന്റെ കൃത്യമായിട്ടുള്ള ഇത് നമ്മൾ അന്വേഷിക്കും. അതിന്റെ കാര്യം DME തലത്തിലോ സർക്കാർ തലത്തിലോ ഇതിന്റെ ഒരു ഇതും വന്നിട്ടില്ല. നമ്മുടെ അറിവിൽ ഇതുവരെ വന്നിട്ടില്ല. ഇന്നലെയും ഇവിടെ HOD ഉണ്ടായിരുന്നു. വേറൊരു മീറ്റിംഗിന് എന്റെ അടുത്ത് വന്നതാണ്. അപ്പോഴും ഈ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടില്ല. ഇതാദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. HOD നേരിട്ട് ഫേസ്ബുക്കിൽ ഒരു ആദ്യമായി നമ്മുടെ അറിവിൽ വന്നിട്ടില്ല. ശരിക്കും പാടില്ല.
അത് തികച്ചും ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ അറിവിൽ വന്നു കഴിഞ്ഞാൽ ആക്ഷൻ എടുക്കേണ്ട കാര്യം തന്നെയാണ്. ഡോക്ടർ, ഈ ലിത്തോ ഗ്ലാസ് പ്രോബ് എന്ന് പറയുന്ന ഇത് നമ്മൾ യൂസർ ഗ്രൂപ്പ് ആണ്, അത് നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റിയിലാണോ ഓർഡർ ചെയ്യുന്നത്? അല്ല, നമ്മളത് വില കൂടിയ സാധനമായതുകൊണ്ട് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യാറില്ല. ആവശ്യമനുസരിച്ച് HOD തരുന്ന റിക്വസ്റ്റ് അനുസരിച്ചാണ് വാങ്ങിക്കുന്നത്. HODമാർ അവർ കൃത്യമായിട്ട് എത്ര വേണം എന്നുള്ളത് തരും, അതനുസരിച്ച് പർച്ചേസ് ചെയ്യും. എത്രയാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ ഇതിന് പർച്ചേസ് ഓർഡർ കൊടുത്തപ്പോൾ? ഇതിന്റെ ഫെബ്രുവരിയിൽ 3 വാങ്ങിച്ചിട്ടുണ്ട്, അതിനു മുമ്പായിട്ട് ഡിസംബറിൽ വാങ്ങിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ജൂണിൽ വാങ്ങിച്ചിട്ടുണ്ട്, ഈ ജൂണിൽ വാങ്ങിക്കാനുള്ള ഓർഡറും കൊടുത്തിട്ടുണ്ട്. എത്ര എണ്ണം വാങ്ങിക്കാനാണ്? 3 വീതമാണ് അവർ തരുന്നത്, അതനുസരിച്ച് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. കാലതാമസം എന്ന് വെച്ചാൽ ഇപ്പൊ വില കൂടി, പെട്ടെന്ന് വില കൂടിയപ്പോൾ 41,300 രൂപ എന്നുള്ളത് 44,600 അപ്പൊ ആ ഒരു വില വ്യത്യാസം വന്നപ്പോൾ അത് എന്താണ്, MRPയിലാണോ വില വ്യത്യാസം വന്നത് അതോ നമ്മുടെ GSTയിലാണോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ഒരു ലെറ്റർ HDS വിട്ടു. ബിക്കോസ് ആ വില അല്ലെങ്കിൽ ഓഡിറ്റ് ഒബ്ജക്ഷൻ വരും. അതിന്റെ ഒരു താമസം വേണമെങ്കിൽ പറയാം, ഒരു ദിവസത്തിന്റെ വ്യത്യാസം, അത്രേ ഉള്ളൂ. 41,300 അതിന്റെ തന്നോണ്ടിരുന്ന വില. ഇപ്പോ അത് 50 കൂടി. അപ്പൊ ആ ഒരു റേറ്റ് വ്യത്യാസം വന്നത് MRPയിലാണോ അതോ ഇതിലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യത്യാസം വന്നു, അത്രേ ഉള്ളൂ. അതെ. അല്ലല്ലോ, ഉപകരണങ്ങൾ ഇല്ലാതല്ല ഇതില് പ്രശ്നം വന്നിരിക്കുന്നത്. ഇതിലൊരു ഡിസ്പോസിബിൾ പ്രോബിലുള്ള പ്രോബ്ലമാണ് വന്നിട്ടുള്ളത്. ഉപകരണങ്ങളുടെ കുറവൊന്നും തന്നെയില്ല. ഇത് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്തിട്ട് അതിന്റെ ഡാമേജ് വരുമ്പോൾ അത് അതനുസരിച്ചാണ് അവർ പ്ലാൻ ചെയ്ത് തരുന്നത്. HODയുടെ പ്ലാൻ അനുസരിച്ചാണ് ഇവിടെ പർച്ചേസ് ചെയ്യുന്നത്. HOD തരുന്ന കണക്കനുസരിച്ചാണ് നമ്മൾ ഇത് മുന്നോട്ട് പോകുന്നത്. എത്തിയില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതിനു മുമ്പ് ഇത് ഡാമേജ് ആയെന്നുള്ളതാണ് നമുക്കൊരു ഇതായത്, പ്രോബ്ലം ആയത്. ഒരു ശസ്ത്രക്രിയ മാറ്റി വെച്ചിട്ടുള്ളൂ. അടുത്ത ചൊവ്വാഴ്ചയാണ് അദ്ദേഹത്തിന്റെ. അതിനുള്ളിൽ ഈ സാധനം എത്തണം എന്നാണ് നമ്മളും എക്സ്പെക്ട് ചെയ്യുന്നത്. ഓർഡർ കൊടുത്തിട്ട് 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസത്തിനുള്ളിലാണ് ഇത് വരുന്നത്. ഇല്ല, അടുത്ത ആഴ്ചത്തെ ലിസ്റ്റ് ഇല്ല. നമ്മൾ എല്ലാ ആഴ്ചത്തെ ലിസ്റ്റ് നോക്കുന്നുണ്ട്. 3 തൊട്ട് 4 കേസാണ് എല്ലാ ആഴ്ചയും ചെയ്തു പോകുന്നത് ഇത്തരം ഓപ്പറേഷൻസ്. അല്ല, അതവര് ഓപ്പറേഷന്റെ 2 ദിവസം മുമ്പാണ് സാധാരണ ലിസ്റ്റ് ഇടുന്നത്. അദ്ദേഹത്തിന്റെ റിക്വസ്റ്റ് എനിക്ക് തോന്നുന്നു ഏപ്രിലാണെന്ന് തോന്നുന്നു വന്നത്. അല്ല, അപ്പൊ ഒരു ഉദ്ദേശം പറയും, ഇത്ര ദിവസം വരെ ഇത് പോകും, അതിനുള്ളിൽ മേടിച്ചു തരണം എന്ന് പറയും. അപ്പൊ അത് ജൂണിൽ ആണ് സാധാരണ മേടിച്ചു കൊടുക്കുന്നത്. ആ ഒരു ടൈം തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഡിലേ ഒന്നും വന്നിട്ടില്ല. എല്ലാം പ്രാവശ്യം നമ്മൾ ഡിസംബർ ജൂൺ. അതെ, അത് അവർ ആന്റിസിപ്പേറ്റ് ചെയ്ത് തരുന്നതാണ്, അല്ലാതെ കേട് വന്നിട്ട് തരുന്നതല്ല. അവർ ആന്റിസിപ്പേറ്റ് ചെയ്ത് തരുന്നതാണ് ആ റിക്വസ്റ്റ്. അതനുസരിച്ചാണ് നമ്മൾ പർച്ചേസ് ചെയ്ത് കൊടുക്കുന്നത്. HDS വഴിയാണ് പർച്ചേസ് നടക്കുന്നത്. ഡോക്ടർ, ഇതിപ്പോ ഗുരുതര ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ടോ? വിശദീകരണം ഉടൻ തന്നെ ചോദിക്കും. അദ്ദേഹത്തിന് ഫോണിൽ ലഭ്യമല്ല. തീർച്ചയായിട്ടും. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ ആക്ഷൻ ഉണ്ടാവും, ആക്ഷനിലോട്ട് പോകും.